ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിനത്തിലും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 11 അധ്യായം 8 വാക്യം. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു. ദാവീദിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഹിത്യനായ ഒരു വീരപടയാളിയായിരുന്നു ഊരിയാവ്. യഹോവ എൻ്റെ വെളിച്ചം എന്നതാണ് ഊരിയാവ് എന്ന പേരിൻ്റെ അർത്ഥം. പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യഹോവയുടെ ഒരു ദാസനും യഹോവ ഭക്തനും ആയിരുന്നു ഊരിയാവ്. മാത്രമല്ല, നല്ല ജീവിത മാതൃകകളും ഉള്ള വ്യക്തി തന്നെയായിരുന്നു ഊരിയാവ്. ഒരിക്കൽ ഊരിയാവ് യുദ്ധസ്ഥലത്തായിരിക്കുമ്പോൾ ദാവീദ് രാജാവ് ഊരിയാവിൻ്റെ ഭാര്യയോടൊപ്പം ശയിച്ചു. തുടർന്ന് അവൾ ഗർഭിണിയായി കഴിയുമ്പോൾ ഊരിയാവിനെ കൊന്നുകളയുവാനുള്ള പദ്ധതികൾ ദാവീദ് രാജാവ് നടപ്പിലാക്കുന്നു. ഊരിയാവിനെ യുദ്ധസ്ഥലത്തു നിന്നും തിരികെ വിളിക്കുന്നു. യുദ്ധവിവരവും പടജ്ജനത്തിൻ്റെയും യോവാബിൻ്റെയും സുഖവിവരവും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഊരിയാവിന് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാനുള്ള അനുവാദം ദാവീദ് രാജാവ് നൽകുന്നു. അതിനുശേഷം രാജാവ് തൻ്റെ സമ്മാനം ഊരിയാവിൻ്റെ ഭവനത്തിലേക്ക് കൊടുത്തുവിടുന്നു. എന്തുകൊണ്ടാണ് ഊരിയാവ് വീട്ടിൽ പോകാതിരുന്നത് എന്ന വിവരം രാജാവ് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇന്നുകൂടെ താമസിച്ചു കൊള്ളുക, അടുത്ത ദിവസം തന്നെ യുദ്ധസ്ഥലത്തേക്ക് പോകുവാനുള്ള അനുമതി നൽകാമെന്ന ഉറപ്പ് ദാവീദ് രാജാവ് ഊരിയാവിന് നൽകുന്നു. ഊരിയാവിനെ ദാവീദ് ലഹരി പിടിപ്പിക്കുന്നു. ദാവീദ് യോവാബിന് ഒരു കത്തെഴുതി അത് ഊരിയാവിൻ്റെ കൈവശം കൊടുത്തയക്കുന്നു. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യുദ്ധത്തിൽ പട കഠിനമാകുന്നിടത്ത് ഊരിയാവിനെ നിർത്തുക, അങ്ങനെ അവൻ മരിക്കേണ്ടതിന് കാരണം ആക്കുക. ഇങ്ങനെ ഊരിയാവിനെതിരായ വ്യക്തമായ പ്ലാനും പദ്ധതിയുമെല്ലാം ദാവീദ് രാജാവ് ആസൂത്രണം ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഊരിയാവ് അതിന് മറുപടിയായിട്ട് രാജാവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: പെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എൻ്റെ യജമാനനായ യോവാബും യജമാനൻ്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയമിറങ്ങിക്കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷണം കഴിപ്പാനും എൻ്റെ ഭവനത്തിൽ താമസിക്കുവാനും ഉല്ലസിക്കുവാനുമായിട്ട് ഞാൻ പോകുന്നത് എങ്ങനെ എന്ന്. പട കഠിനമായി മരിച്ച പടജനത്തോടൊപ്പം ഊരിയാവും പട്ടുപോയി എന്നാണ് തിരുവചനത്തിൽ നിന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്ന നിയമപ്പെട്ടകത്തോടും ഇസ്രായേലിനോടും കൂറും വിധേയത്വവും പുലർത്തിയ ഒരു സാധാരണക്കാരനായിരുന്നു ഊരിയാവ്. പൊയ്മുഖങ്ങൾ തിരിച്ചറിയുവാനാകാത്ത നിഷ്കളങ്കത്വത്തിൻ്റെ പ്രതീകമാണ് ഊരിയാവ്. ഊരിയാവിനെ പോലെ നേരോടെ ദൈവ സാന്നിധ്യ ബോധത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലോകത്തിൻ്റെ കപടതകളിലും പൊയ്മുഖങ്ങളിലും ആശ്രയിക്കാതെ നേരോടെ നന്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.